ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ മണിക്കൂറിലെ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് സന്തോഷം നൽകുന്ന ഒരു പുതിയ വാർത്ത ഇങ്ങെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് അടച്ചിട്ട PVR തിയേറ്ററുകൾ നമ്മുടെ മലയാള സിനിമകൾക്ക് വേണ്ടി അടുത്ത കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതല്ലെങ്കിൽ നാളെയോടെ തുറക്കും എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. കേരള തിയേറ്റർ ഉടമകളും ഒപ്പം തന്നെ PVRും തമ്മിലുള്ള തർക്കമെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആടുജീവിതം എന്ന സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്ത തിയേറ്ററുകളിലോടവേ അതോടൊപ്പം തന്നെ പുതിയ വിഷു ഈദ് സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തവേ വ്യാഴാഴ്ച മുതലായിരുന്നു PVR തിയേറ്ററുകൾ മലയാള സിനിമകൾക്ക് വേണ്ടി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവനും പ്രദർശനം അവസാനിപ്പിച്ചത്. രാജ്യത്തെ ഏറ്റവും മികച്ച തിയേറ്ററുകൾ എന്നൊരു കാരണം കൊണ്ട് തന്നെ PVR ഐനോക്സ് തിയേറ്ററുകൾ തന്നെയാണ് കുടുംബ പ്രേക്ഷകരാണെങ്കിലും നല്ല തിയേറ്ററുകളിലെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ തിരഞ്ഞെടുക്കാറുള്ളത്. എത്ര മോശം സിനിമകളാണെങ്കിൽ പോലും PVRലെ തിയേറ്ററുകളിലെ ആദ്യ ദിവസങ്ങളിലെ മികച്ച ബുക്കിംഗ് നേടിയെടുക്കുന്നത് മലയാള സിനിമകളുടെ കാര്യത്തിൽ നാം കാണാറുള്ളതാണ്. അതോടൊപ്പം തന്നെ ലോങ് റണ്ണിൽ 40-50 ദിവസം കഴിഞ്ഞാൽ പോലും PVRലെ തിയേറ്ററുകളിൽ ഒരു ഷോയെങ്കിലും മലയാളം സിനിമകൾക്ക് നൽകാറുള്ളതാണ്. അതിനെല്ലാം തന്നെയായിരുന്നു ഇപ്പോഴത്തെ കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ തടസ്സമുണ്ടായത്. ഇപ്പോഴത്തെ ആ പ്രശ്നമെല്ലാം തന്നെ നീങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സ്ക്രീനുകളിലും ഒരു ദിവസം മലയാളം സിനിമ ഓടിയാൽ 1.5 കോടിയോളം രൂപയായിരുന്നു വരുമാനം. ആ വരുമാനമാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ നിലച്ചത്. എന്തായാലും ഇപ്പോഴത്തെ അതെല്ലാം തന്നെ വിഷു കൈനീട്ടമായിട്ട് വീണ്ടും മലയാളം സിനിമകൾക്ക് ലഭ്യമാകും എന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ജയ് ഗണേഷ് എന്ന സിനിമ കൂട്ടത്തിൽ കളക്ഷൻ കുറവുള്ള സിനിമയാണ്. ചിത്രത്തിന് PVRലെ ഷോകളെല്ലാം തന്നെ ലഭ്യമാകുന്നതോടെ നാളെയോടെ കളക്ഷൻ കൂടുമെന്ന് പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ വർഷങ്ങൾക്ക് ശേഷം ആവേശം എന്നീ സിനിമകൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആദ്യ ദിവസം മുതൽ തന്നെ PVR തിയേറ്ററുകളിൽ നിന്ന് മികച്ച വരുമാനം നേടിയെടുക്കേണ്ടതായിരുന്നു. അതെല്ലാം തന്നെയാണ് കഴിഞ്ഞ 2 ദിവസങ്ങൾക്കിടയിൽ നഷ്ടമായത്. ഇന്ന് അർദ്ധരാത്രിയോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോടെ ആയിരിക്കും PVRലെ തിയേറ്ററുകളിലെ മലയാളം സിനിമകൾ പ്രദർശിപ്പിച്ചു തുടങ്ങുക. അടുത്ത ദിവസങ്ങളിലെ പുതിയ മലയാളം സിനിമകൾക്കിടയിൽ നല്ലൊരു കളക്ഷൻ വർധന നാം പ്രതീക്ഷിക്കുന്നുണ്ട്. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മലയാള സിനിമ ഇൻഡസ്ട്രി തേടി വിഷു തലേന്ന് നല്ല വാർത്ത എത്തിയിരിക്കുകയാണ്. ഇനി മികച്ച കളക്ഷൻ സിനിമകൾ നേടിയെടുക്കട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ ആവേശം എന്ന സിനിമയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സ്ക്രീനുകളും ഒപ്പം തന്നെ ഷോ കൗണ്ടെല്ലാം തന്നെ കൂട്ടി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒപ്പം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്കും കൂടുതൽ സ്ക്രീനുകൾ ലഭ്യമാകുന്നു എന്നൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ കൂട്ടത്തിൽ ഫഹദിന്റെ ആവേശം എന്ന സിനിമയാണ് തമിഴ്നാട്ടിൽ കൂടുതൽ തരംഗമായിട്ട് ഓടുന്നത്. 2 സിനിമകളുടെയും തമിഴ്നാട് കളക്ഷൻ വന്നിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ വരും. അറിയാനായിട്ട് കാത്തിരിക്കൂ.